സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബെല്ല അയച്ച ആളുകൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് തന്നെ ചന്ദ്രോത്ത് വീട്ടിന്റെ അകത്തേക്ക് കയറുകയാണ്. സിദ്ധാർത്ഥിനിടയ്ക്ക് ചില സൗണ്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിലും അയാൾ ഇത് കാര്യമാക്കാതെ വീണ്ടും ഉറക്കത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഈ സമയം നന്ദനെയും കിഡ്നാപ്പ് ചെയ്ത് ആ ഗുണ്ടകൾ അവിടെ നിന്നും കടന്നു കളയുകയാണ്. പിന്നീട് അത് രാവിലെ തന്നെ പ്രഭാവതിയാണെങ്കിൽ ചായയുമായിട്ട് നന്ദന്റെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നന്ദനെ കാണാനില്ല. പ്രഭാവതി ആദ്യം തന്നെ ഒന്ന് പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് നന്ദ നന്ദ എന്നൊക്കെ വിളിച്ച് അവിടെയെല്ലാം അന്വേഷിക്കണം. അങ്ങനെ നന്ദനെ കാണാനില്ല എന്നുള്ള ഒരു വാർത്ത രക്ഷപ്പെടുത്തുന്നുണ്ട്. ഉടനെ തന്നെ ഗിരിയെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഗിരീഷ് ആണെങ്കിൽ ആകെ ഷോക്കാവുന്നു. മാത്രമല്ല ഗിരീഷ് അമ്മയോടും രജനിയോടും ഇക്കാര്യത്തെക്കുറിച്ച് പറയാതെ അവിടെ നിന്നും വേഗം വണ്ടിയെടുത്ത് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. എന്താ ഗിരി, എന്താ കാര്യം, എന്താണ് മോനെ എന്നൊക്കെ അമ്മയും രജനിയും ചോദിക്കുന്നുണ്ടെങ്കിലും വന്നിട്ട് പറയാം, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യത്തിനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവരെ ടെൻഷനാക്കാതെ അവൻ അവിടെ നിന്നും വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ദേവികയാണെങ്കിൽ കാര്യം അറിഞ്ഞ് പെട്ടെന്ന് തന്നെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തുകയും രാത്രി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ടെൻഷൻ അടിക്കാതെ ഇരിക്കുക, നമുക്ക് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക വേഗം തന്നെ ഐസക്കിനെ ഫോണിൽ വിളിച്ച് നന്ദുവിനെ കാണാനില്ലെന്ന് പറയുകയാണ്. എന്താ മേഡം, എനിക്ക് മനസ്സിലായില്ല, എൻ്റെ ഭർത്താവ് നന്ദനെ കാണുന്നില്ല, എത്രയും പെട്ടെന്ന് അന്വേഷണം തുടങ്ങണമെന്ന് പറയുമ്പോൾ എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അതൊന്നും ഇല്ല, പക്ഷേ കാണുന്നില്ല, ഒരുപാട് തവണ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല, പെട്ടെന്നാണ് ഇന്നലെ രാത്രി ഇവിടെ നിന്നും കാണാതായിരിക്കുന്നത്, ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. മാത്രമല്ല ഒരു MLA വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങളുടെ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ? എത്രയും പെട്ടെന്ന് അന്വേഷണം തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക ഐസക്കിനെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. മേഡം പേടിക്കാതിരിക്കെ, എല്ലാ ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തോളാം, എത്രയും പെട്ടെന്ന് മേഡത്തിന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ച് തരാമെന്നും ഐസക്ക് പറയുന്നു. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ പാപ്പ, ആകെ ഒരു ടെൻഷനാണല്ലോ. അത് ആ നന്ദനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ദേവിക വിളിച്ചിരുന്നു. ഓ, നന്ദനെ കാണാതായോ? എവിടേക്ക് പോയവൻ? അതൊന്നും അറിയില്ല, എല്ലാവരുടെയും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിക്കണം. ആ, എങ്കിലേ പാപ്പൻ ഇനി എവിടെ പോയി നോക്കിയാലും നന്ദനെ കിട്ടാൻ പോകുന്നില്ല. അതെന്താ ബെല്ല നീ അങ്ങനെ പറയുന്നത്? നന്ദനെ എന്റെ ആളുകളാണ് തൂക്കിയിരിക്കുന്നത്, അതുകൊണ്ട് നന്ദനെ കിട്ടാൻ പോകുന്നില്ല. ബെല്ല, നീ എന്തൊക്കെയാ പറയുന്നത്? കടന്ന കൈയാണ് നീ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്, ഒട്ടും ശരിയല്ല എന്നൊക്കെ പറയുമ്പോ, പാപ്പ ഞാൻ പറഞ്ഞല്ലോ, തീ കളിയാണ് ബെല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിലെനിക്ക് ദേവികയെ ജയിച്ചേ മതിയാകൂ. നന്ദനെ ഇനി എവിടെയും തിരയാൻ നിൽക്കണ്ട. ബെല്ല, ഇത് എന്റെ തലയിൽ വന്ന കേസാണ്, പാപ്പൻ അങ്ങ് മട്ടിൽ വിട്ടാ മതിയെന്നേ. ഇപ്പൊ കിട്ടും, 1 മണിക്കൂർ കഴിഞ്ഞ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് പറയും. പാപ്പൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അല്ലേ? ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബെല്ലയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടും കൂളായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെക്കാനായിട്ട് പോവുകയാണ്. ഐസക്കിനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. പിന്നീട് കാര്യം അറിഞ്ഞ് ഗിരീഷും അവിടേക്ക് എത്തുന്ന സമയത്ത് പ്രഭാവതിയാണെങ്കിൽ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ മോനെ കാണാതായിട്ട് ആർക്കും ഒരു ടെൻഷനില്ല, ഒരു പൂച്ചക്കുഞ്ഞിനെ കാണാതായ ലാഘവത്തോട് കൂടിയിട്ടാണ് എല്ലാവരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, രാവിലെ മുതൽ പോലീസിനെ വിളിക്കുന്നു, സ്വയം ആരും ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, അമ്മ ഒന്ന് സമാധാനപ്പെടും, മേഡം മേഡം സമാധാനപ്പെടും, പോലീസിനല്ലാതെ മറ്റാർക്കും ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല, ആദ്യം അവർ വരട്ടെ. ആ, ഒരച്ഛനുണ്ട് സിദ്ധു, അയാളാണെങ്കിൽ അവിടെ ആരെയൊക്കെ വിളിച്ചോണ്ട് നടക്കുക, എനിക്ക് മാത്രമേ ടെൻഷനുള്ളൂ, എൻ്റെ മോനെ ആത്മാർത്ഥമായിട്ട് ആരും ഇവിടെ സ്നേഹിക്കുന്നില്ല, അവൻ ഒരുപാട് മനസ്സ് തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പ്രഭാവതി പൊലമ്പി പൊലമ്പി കരയുന്ന സമയത്തും ദേവികയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മേ എല്ലാവർക്കും ടെൻഷനുണ്ട്, പോലീസ് വന്നാൽ നമുക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അതെ മേഡം, മേഡം ഒന്ന് സമാധാനപ്പെടുന്നു പറഞ്ഞുകൊണ്ട് ഗിരീഷും സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഐസക് ആണെങ്കിൽ സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് വരുന്ന ശത്രുവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ സിദ്ധാർത്ഥനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് പോലീസുകാരെല്ലാവരും ചേർന്ന് ചന്ദ്രോത്ത് വീട്ടിനകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ പെട്ടെന്ന് കാണാനില്ലെന്ന് പറയുമ്പോഴേക്കും കേസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യം, അയാൾ ചിലപ്പോ എവിടേക്കെങ്കിലും മാറി നിന്നതായിരിക്കെങ്കിലോ, ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോയതാണെങ്കിലോ, അല്ലെങ്കിൽ വൈകുന്നേരം വരെയെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സാർ അങ്ങനെ അവന് അത്ര വലിയ ഫ്രണ്ട് സർക്കിളൊന്നും ഇല്ല, ആകെയുള്ളത് മുരളി പിന്നെ ഒരു ഇസബെല്ല കെവിനാണ്, അവരെയൊക്കെ വിളിച്ചു വെച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ല എന്നാ പറയുന്നത്, എവിടേക്കെങ്കിലും യാത്ര പോയതാണെങ്കിലോ, ഫോൺ വല്ല ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലും മറ്റോ ആണെങ്കിലോ, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ആയുസൊക്കെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല. അല്ല, എന്തെങ്കിലും വഴക്കുണ്ടായോ, എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്? ഇല്ല ഇല്ല മാഡം, ഇല്ല സാർ, ഒരു കുഴപ്പമില്ല. നന്ദനെ എവിടേക്കും വീടിന്ന് പുറത്തു പോകാത്ത ആളാണല്ലോ, പിന്നെ കുറച്ച് ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, കാരണം സ്വന്തമായിട്ട് സ്ഥാപനം കൊണ്ട് നടന്ന ഒരാളായിരുന്നു കെവിൻ എന്ന ഫ്രണ്ടിന്റെ കീഴിൽ വർക്ക് ചെയ്യേണ്ടതിന്റെ ഒരു ചെറിയ ഡിപ്രഷൻ അവനിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ സിദ്ധാർത്ഥം പറയുന്നു. ശരി, എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും മൊഴി എനിക്ക് എടുക്കണം, മാത്രമല്ല ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഐസക് ആണെങ്കിൽ അവിടെയൊക്കെ സെർച്ച് ചെയ്യാനായിട്ട്
പോവുകയാണ്. അങ്ങനെ എല്ലാവരും നന്ദിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കഴിഞ്ഞ എപ്പിസോഡിനായിട്ട്. ബൈ.